നമസ്കാരം. ആസാദി നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. പയ്യന്നൂർ തെരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കണം, ഹൈക്കോടതിയെ സമീപിച്ച് ടി.ഐ. മധുസൂദനൻ. ഡൽഹി വിദ്യാർത്ഥി പ്രക്ഷോഭം, കേസുകൾ പിൻവലിച്ച് സർക്കാർ ഉത്തരവ്. സമാധാനപരമായി നടക്കുന്ന സമരങ്ങളിൽ പെല്ലറ്റ് പ്രയോഗിക്കരുത്, കർശന നിർദ്ദേശങ്ങളുമായി സുപ്രീം കോടതി. പുനർജനി കേസിൽ വി.ഡി. സതീശന് വിജിലൻസിന് ക്ലീൻ ചിറ്റ്, കേസ് അവസാനിപ്പിച്ചതായി ചെന്നിത്തല. പുനർജനി തട്ടിപ്പിൽ സതീശന് ക്ലീൻ ചിറ്റ് നൽകുന്നത് അസാധാരണം, എം.വി. ഗോവിന്ദൻ. PMC-യിൽ നിന്ന് പിന്മാറില്ല, പദ്ധതി നടപ്പാക്കുമെന്ന് UDF. PMC UDF ജനങ്ങളെ കബളിപ്പിക്കുന്നു, വി. ശിവൻകുട്ടി. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. പയ്യന്നൂരിലെ തെരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഇടതു സ്ഥാനാർത്ഥിയായിരുന്ന ടി.ഐ. മധുസൂദനൻ ഹൈക്കോടതിയെ സമീപിച്ചു. തനിക്കെതിരെ വ്യാജ പ്രചരണം നടത്തിയാണ് വി. കുഞ്ഞികൃഷ്ണൻ വിജയിച്ചതെന്നും താൻ കള്ളനാണെന്ന് പ്രചരിപ്പിച്ചുവെന്നും ഹർജിയിലുണ്ട്. ജനപ്രാതിനിധ്യ നിയമം സെഷൻ 123 പ്രകാരം തെരഞ്ഞെടുപ്പ് അഴിമതി നടന്നതിനാൽ ഫലം റദ്ദാക്കണമെന്നാണ് ആവശ്യം. സ്ഥാനാർത്ഥിയായിരുന്ന തനിക്കെതിരെ വ്യാജ പ്രചരണം നടത്തിയാണ് വി. കുഞ്ഞികൃഷ്ണൻ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. താൻ രക്തസാക്ഷി ഫണ്ട് വെട്ടിപ്പ് നടത്തി പ്രചരിപ്പിച്ചു. ഇതിന് എന്തെങ്കിലും തെളിവുകളോ രേഖകളോ ഹാജരാക്കിയില്ല. നിരപരാധിയായ താൻ കള്ളനാണെന്ന് പ്രചരിപ്പിച്ചു. കുഞ്ഞികൃഷ്ണൻ പുറത്തിറക്കിയ തിരഞ്ഞെടുപ്പ് ഗാനത്തിൽ തന്നെ കള്ളൻ എന്നാണ് വിശേഷിപ്പിച്ചത്. എന്നാൽ എന്ന്, എവിടുന്ന്, എത്ര രൂപ കട്ടു എന്ന് പറയാൻ എതിർ സ്ഥാനാർത്ഥി കഴിയുന്നില്ല. പ്രചരണ ഘട്ടത്തിൽ ഉടനീളം നിരപരാധിയായ തന്നെ കള്ളനായി ചിത്രീകരിച്ചാണ് പ്രചരണം നടത്തിയത്. ഇത് ജനപ്രാതിനിധ്യ നിയമം സെഷൻ 123 പ്രകാരം തെരഞ്ഞെടുപ്പ് അഴിമതിയാണ്. ഈ സാഹചര്യത്തിൽ പയ്യന്നൂരിലെ വി. കുഞ്ഞികൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി തന്നെ വിജയിയായി പ്രഖ്യാപിക്കണം എന്നാണ് ഹർജിയിലെ ആവശ്യം. ഹർജി നിലനിൽക്കുമോ എന്നതിൽ ഹൈക്കോടതി അടുത്ത ആഴ്ച പരിശോധിക്കും. തുടർന്നാണ് തെളിവെടുപ്പും വാദവും ഉൾപ്പെടെയുള്ള തുടർ നടപടികളിലേക്ക് കടക്കുക. ഡൽഹി വിദ്യാർത്ഥി പ്രക്ഷോഭം, കേസുകൾ പിൻവലിച്ച് സർക്കാർ ഉത്തരവ്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പ്രതിഷേധിച്ച് ഡൽഹിയിൽ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധക്കാർക്കെതിരെ രജിസ്റ്റർ ചെയ്തിരുന്ന കേസുകൾ പിൻവലിക്കാൻ ഡൽഹി സർക്കാർ ഉത്തരവിട്ടു. പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവർക്കെതിരെയുള്ള നിയമ നടപടികൾ അവസാനിപ്പിക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതുവരെ ഡൽഹി പോലീസ് 13 FIRകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്നും ഡൽഹി ആഭ്യന്തര മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. സുപ്രീം കോടതിയുടെ ഉത്തരവുകളും നിലവിലുള്ള FIRകളും വിശദമായി പരിശോധിച്ച ശേഷമാണ് ഈ കേസുകളിൽ കൂടുതൽ നടപടികൾ വേണ്ടെന്ന തീരുമാനത്തിൽ സർക്കാർ എത്തിയത്. മുൻപ് ക്രിമിനൽ പശ്ചാത്തലമില്ലാത്ത വിദ്യാർത്ഥികൾക്കെതിരെ ഒരു തരത്തിലുള്ള ക്രിമിനൽ നടപടികളും ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് സർക്കാർ അറിയിച്ചു. ലഫ്റ്റനന്റ് ഗവർണറുടെ നിർദ്ദേശപ്രകാരമാണ് ഡൽഹി സർക്കാർ ഈ സുപ്രധാന ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. മറ്റു പല സംസ്ഥാനങ്ങളും സമാനമായ രീതിയിൽ വിദ്യാർത്ഥികൾക്കെതിരെയുള്ള നിയമ നടപടികൾ അവസാനിപ്പിക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഡൽഹി സർക്കാർ കൂടി ഇപ്പോൾ ഈ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. സമാധാനപരമായി നടക്കുന്ന സമരങ്ങളിൽ പെല്ലറ്റ് പ്രയോഗിക്കരുത്, കർശന നിർദ്ദേശങ്ങളുമായി സുപ്രീം കോടതി. സമാധാനപരമായി നടക്കുന്ന സമരങ്ങളിൽ പെല്ലറ്റ് പ്രയോഗിക്കരുതെന്ന് സുപ്രീം കോടതി. CJPയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ അണിചേർന്ന് നടത്തിയ സമരത്തിലേക്ക് യാതൊരു പ്രകോപനവും കൂടാതെ ഡൽഹി പോലീസ് പെല്ലറ്റ് പ്രയോഗിച്ചതിനെ കോടതി രൂക്ഷമായി വിമർശിച്ചു. പെല്ലറ്റ് പ്രയോഗിക്കുന്നതിന് കർശന മാർഗനിർദ്ദേശങ്ങൾ കൊണ്ടുവരുമെന്നും പ്രതിഷേധക്കാർക്ക് പെല്ലറ്റ് ഏറ്റു എന്നും വിവരമുണ്ട്. കൊണാട്ട് പ്ലസ് ഭാഗത്ത് ഉണ്ടായിരുന്ന RAF ഉദ്യോഗസ്ഥർ ആണ് പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചതെന്നാണ് വിവരം. പോലീസിന് സ്വയം രക്ഷയ്ക്കും മനോവീര്യത്തിനുമാണ് ആയുധം. അത് സമരങ്ങളെ അടിച്ചമർത്താനുള്ളതല്ല. അസാധാരണവും നിയന്ത്രണ വിധേയമല്ലാത്തതുമായ സാഹചര്യങ്ങളിൽ മാത്രമാണ് പെല്ലറ്റ് പോലുള്ള ഉപയോഗിക്കേണ്ടതെന്നും കോടതി പറഞ്ഞു. ഗുരുഗാവിൽ ജോലി ചെയ്യുന്ന 25 വയസ്സുകാരൻ, ഡൽഹി യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിയായ 19കാരൻ സഹിൽ, 25 വയസ്സുള്ള ഔട്ട്ലുക്ക് മാഗസിനിലെ മാധ്യമ പ്രവർത്തകൻ എന്നിവർക്കാണ് പെല്ലറ്റ് ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നത്. സമരത്തിൽ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് പെല്ലറ്റ് ഉപയോഗിച്ചത് എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണെന്ന് ചൂണ്ടിക്കാട്ടി CRPF ക്ലീൻ ചീറ്റ് നൽകിയിരുന്നു. ഇതിനെ തുടർന്നാണ് ഹർജിക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത്. ഓണം എക്സൈസിന്റെ തീവ്രയജ്ഞ പരിശോധനകൾ ആഗസ്റ്റ് 1 മുതൽ. ഓണത്തോടനുബന്ധിച്ച് വ്യാജമദ്യത്തിനെയും അനധികൃത മദ്യത്തിനെയും മയക്കുമരുന്നുകളുടെയും കള്ളക്കടത്തും വിപണനവും സംഭരണവും തടയുന്നതിനും എക്സൈസ് വകുപ്പിന്റെ തീവ്രയജ്ഞ പരിശോധനകൾ ആഗസ്റ്റ് 1 രാവിലെ 6 മണി മുതൽ 31 രാത്രി 12 മണി വരെ നടത്തും. മദ്യ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി കണ്ണൂർ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ ഒരു എക്സൈസ് പ്രിവന്റീവ് ഓഫീസറുടെ നേതൃത്വത്തിൽ 24-37 പ്രവർത്തിക്കുന്ന ജില്ലാതല കൺട്രോൾ റൂം എക്സൈസ് ഡിവിഷൻ ഓഫീസിൽ ആഗസ്റ്റ് 1 മുതൽ
പ്രവർത്തനം ആരംഭിക്കും. കൺട്രോൾ റൂമിൽ ലഭിക്കുന്ന പരാതികളിൽ അതാത് സമയം തന്നെ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് എക്സൈസ് കമ്മീഷൻ അറിയിച്ചു. ജില്ലയിലെ താലൂക്ക് പരിധികളിൽ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറുടെ മേൽനോട്ടത്തിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന താലൂക്ക് തല സ്ട്രൈക്കിംഗ് ഫോഴ്സ് യൂണിറ്റുകളും ആഗസ്റ്റ് 1 മുതൽ പ്രവർത്തനം തുടങ്ങും. ഇതിൽ ഒരു എക്സൈസ് ഇൻസ്പെക്ടർ, ഒരു പ്രിവന്റീവ് ഓഫീസർ, 2 സിവിൽ എക്സൈസ് ഓഫീസർമാർ, ഒരു ഡ്രൈവർ എന്നിവർ വാഹനസഹിതം ഉണ്ടായിരിക്കും. ജില്ലയിലെ അതിർത്തി പ്രദേശങ്ങൾ, കോളനികൾ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് സംയുക്ത പരിശോധനകൾ നടത്തും. മദ്യം, മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട പരാതികൾ താഴെ പറയുന്ന നമ്പറുകളിൽ അറിയിക്കാം. വിവരം നൽകുന്നവരുടെ വിവരങ്ങൾ പൂർണ്ണമായും രഹസ്യമായി സൂക്ഷിക്കും. ഡിവിഷൻ കൺട്രോൾ റൂം, എക്സൈസ് ഡിവിഷൻ ഓഫീസ്, കണ്ണൂർ 04972 706 698. താലൂക്ക് തല കൺട്രോൾ റൂം, കണ്ണൂർ 0472 74 99 73, തളിപ്പറമ്പ് 0460 20 10 20, കൂത്തുപറമ്പ് 04 902 36 21 03, ഇരിട്ടി 04 902 472 205. PMCയിൽ നിന്നും പിന്മാറില്ല, പദ്ധതി നടപ്പാക്കുമെന്ന് UDF. PMCയിൽ നിന്നും UDF പിന്മാറില്ലെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. പദ്ധതി നടപ്പാക്കും. കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട അർഹതപ്പെട്ട ഫണ്ട് ഏറ്റുവാങ്ങേണ്ടത് സർക്കാരിന്റെ ചുമതലയാണെന്നും അടൂർ പ്രകാശിന്റെ ന്യായീകരണം. ഏതൊക്കെ സ്കൂളുകളിലാണോ പദ്ധതി നടപ്പാക്കേണ്ടതെന്ന് UDF തീരുമാനിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. PMCയുമായി ബന്ധപ്പെട്ട തുടർ നടപടികളുമായി UDF മുന്നോട്ടു പോകും. ഇന്ന് ചേർന്ന UDF യോഗത്തിലാണ് തീരുമാനം. അധികാരത്തിൽ വന്ന PMC പദ്ധതി നടപ്പിലാക്കില്ല എന്നായിരുന്നു UDF വാഗ്ദാനം. പ്രതിപക്ഷത്തിനിരുന്നപ്പോൾ പറഞ്ഞതെല്ലാം വിഴുങ്ങുകയാണ് UDF. വേണ്ടെന്ന് വെച്ച പദ്ധതി ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. കേന്ദ്രത്തിന് സറണ്ടർ ചെയ്ത് എന്തിനാണ് ഈ പണം വാങ്ങുന്നതെന്നായിരുന്നു മുഖ്യമന്ത്രി VD സതീശൻ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ ചോദിച്ചത്. എന്നാൽ ഇപ്പോൾ അതേ പണത്തിനായി PMCയിൽ തുടരുന്നുവെന്നാണ് UDF കൺവീനർ തന്നെ വ്യക്തമാക്കുന്നത്. PMC പദ്ധതിയോട് യോജിക്കാനാകില്ല എന്ന് പറഞ്ഞ മുസ്ലിം ലീഗും പദ്ധതി നടത്തിപ്പിന് പൂർണ്ണ പിന്തുണ നൽകുകയായിരുന്നു. PMC UDF ജനങ്ങളെ കബളിപ്പിക്കുന്നു. വി ശിവൻകുട്ടി. സംസ്ഥാനത്ത് PMC പദ്ധതി നടപ്പാക്കിയെന്ന് അതിലൂടെ കേന്ദ്ര ഫണ്ട് ലഭിച്ചെന്നുമുള്ള മുഖ്യമന്ത്രിയുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെയും വാഗ്ദാനങ്ങൾ ജനങ്ങളെ കബളിപ്പിക്കാനുള്ള നീക്കമെന്ന് വി ശിവൻകുട്ടി. കേന്ദ്ര സർക്കാർ രാജ്യസഭയിൽ സമർപ്പിച്ച ഔദ്യോഗിക രേഖകൾ ഇത് വ്യക്തമാക്കുന്നു. പാർലമെന്റിൽ നൽകിയ വിവരങ്ങൾ അനുസരിച്ച് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ PMC പദ്ധതി ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ലെന്ന് വ്യക്തമായെന്നും വി ശിവൻകുട്ടി ഫേസ്ബുക്കിൽ കുറിച്ചു. പാർലമെന്റ് രേഖ നൽകുന്ന തെളിവുകൾ കേരളത്തിലെ PMC സർക്കാർ സ്കൂളുകളുടെ എണ്ണം 0. പദ്ധതി പ്രകാരം തട്ടുകളായി തിരിച്ച് സ്കൂളുകളിലെ തെരഞ്ഞെടുക്കുന്ന ചലഞ്ച് മോഡിൽ കേരളം പങ്കാളിയായിട്ടില്ല. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം കേരളത്തിലെ സർക്കാരുമായി ബന്ധപ്പെട്ട സ്കൂളുകളിൽ 0 സ്കൂളുകൾ മാത്രമാണ് PMC പദ്ധതിക്കായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ രേഖയിലുള്ളത് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള സ്കൂളുകളിലെ 47 എണ്ണം മാത്രമാണ് ഈ ലിസ്റ്റിലുള്ളത്. ആകെ തിരഞ്ഞെടുക്കപ്പെട്ട 13,092 വിദ്യാലയങ്ങളിൽ കേരളത്തിലെ ഒരു പൊതുവിദ്യാലയം പോലും ഇല്ല എന്ന യാഥാർത്ഥ്യം കേന്ദ്രം വ്യക്തമാക്കുന്നു. RT ഫണ്ട് PMC പദ്ധതി ഒപ്പുവെച്ചത് മൂലമാണ് കേരളത്തിന് ഫണ്ട് ലഭിച്ചതെന്ന സർക്കാരിന്റെ വാദവും തെറ്റാണ്. PMC പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പുവെക്കാതിരുന്ന തമിഴ്നാടിനും കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾ പരിഗണിച്ച് സമഗ്ര ശിക്ഷയുടെ വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരമുള്ള കേന്ദ്ര വിഹിതം അനുവദിച്ചിട്ടുണ്ട്. 3 കേരളത്തിന് ലഭിച്ച തുകയുടെ യഥാർത്ഥ സ്വഭാവം കേരളത്തിന് 2025-26 വർഷത്തിൽ അനുവദിച്ചതായിരുന്നു പറയുന്ന 99 കോടി രൂപ PMC പദ്ധതി നടപ്പിലാക്കിയതിന്റെ ഭാഗമായി കിട്ടിയതല്ല. അത് കുട്ടികളുടെ അവകാശങ്ങളായി ബന്ധപ്പെട്ട സമഗ്ര ശിക്ഷ വിഹിതം മാത്രമാണ്. 2025 ഒക്ടോബർ 23 സംസ്ഥാനം കേവലം ധാരണാപത്രത്തിൽ ഒപ്പുവെക്കുക മാത്രമാണ് ചെയ്തത്. അതിനുശേഷമുള്ള സ്കൂൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ കേരളം പങ്കെടുക്കുക പോലും ചെയ്തിട്ടില്ലെന്നാണ് അനുബന്ധ രേഖകൾ വ്യക്തമാക്കി ചൂണ്ടിക്കാട്ടുന്നു. സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന നയങ്ങളാണ് UDF സർക്കാരിന്റേത്. വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം സംസ്ഥാനത്തെ കുട്ടികൾക്ക് ലഭിക്കേണ്ട സ്വാഭാവികമായ ഫണ്ടിനെ PMCയുടെ അക്കൗണ്ടിൽപ്പെടുത്തി രാഷ്ട്രീയ വഞ്ചന നടത്താനാണ് മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രി ശ്രമിക്കുന്നത്. രാജ്യസഭയിൽ കോൺഗ്രസ് MP JB മേത്തർ നൽകിയ ചോദ്യത്തിന് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി ജയൻ ചൗധരി നൽകിയ ഈ മറുപടിയിലൂടെ UDF സർക്കാരിന്റെ തെറ്റായ പ്രചരണങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ പൂർണ്ണമായി തുറന്നു കാട്ടിവരികയായിരുന്നെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. MG സർവകലാശാല യൂണിയൻ പരിപാടിയുടെ പോസ്റ്ററിൽ പാറ്റ ചിത്രം മാറ്റാൻ ഭീഷണിയുമായി VC. MG സർവകലാശാല യൂണിയൻ നടത്തുന്ന നാഷണൽ കോൺഫറൻസിൽ പാറ്റയുടെ ചിത്രം വെച്ചതിനെ തുടർന്ന് ഫണ്ട് തിരിച്ചുവാകുമെന്ന ഭീഷണിയുമായി VC മാവൂത്ത്. അടുത്ത മാസം 3 മുതൽ 6 വരെ
നടക്കുന്ന നാഷണൽ കോൺഫറൻസിന്റെ ഫ്ലക്സ് ബോർഡുകളിൽ കോക്രോച്ച് ജനതാ പാർട്ടി ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ പാർട്ടിയുടെ ചിത്രം വെച്ചിട്ടുണ്ട്. ഡൽഹിയിൽ നടന്ന പ്രക്ഷോഭ സൂചകമാണ് പരിപാടിയുടെ ഫ്ലക്സുകളിൽ പാർട്ടിയുടെ ചിത്രം വെച്ചത്. ഇതിൽ ക്ഷുഭിതരായ VC ചിത്രം മാറ്റാൻ ആവശ്യപ്പെടുകയും മാറ്റിയില്ലെങ്കിൽ സർവകലാശാല പരിപാടി നടത്താനായി അനുവദിച്ച ഫണ്ട് തിരിച്ചുവാങ്ങും എന്ന് ഭീഷണിപ്പെടുത്തുകയായിരുന്നു. സർവകലാശാല കൂടെ പണം മുടക്കി ചെയ്യുന്ന പരിപാടിയിൽ രാഷ്ട്രീയം കലർത്താനാകില്ല എന്ന വാദമുയർത്തിയാണ് VCയുടെ ഈ ഭീഷണി. VCയുടെ ഈ ഭീഷണിക്ക് ശേഷം നാഷണൽ കോൺഫറൻസ് രാഷ്ട്രീയവൽക്കരിച്ചാൽ തുക പിൻവലിക്കുമെന്ന് രജിസ്റ്റർ യൂണിയന് കത്ത് നൽകി. നാഷണൽ കോൺഫറൻസിന്റെ ഭാഗമായി സർവകലാശാലയിൽ നിന്ന് 3,75,000 രൂപയാണ് അനുവദിച്ചത്. അതിൽ 2,84,000 രൂപ ഇതുവരെ യൂണിയൻ കൈമാറി. വിദ്യാർത്ഥി വിരുദ്ധമായ ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ലെന്നും അതുകൊണ്ട് തന്നെ ഫ്ലക്സ് ബോർഡുകൾ മാറ്റാൻ തയ്യാറല്ല എന്നും SFI യൂണിയൻ അറിയിച്ചിട്ടുണ്ട്. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല ഗവേഷണ പഠന വിഭാഗം തുടങ്ങും. സംസ്ഥാന സർക്കാർ സ്ഥാപനമായ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല അടുത്ത വർഷം മുതൽ ഗവേഷണ പഠന വിഭാഗം തുടങ്ങുമെന്ന് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ VB ജഗതിരാജ് പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് സാക്ഷരതാ മിഷൻ എന്നിവരുടെ സഹകരണത്തോടെ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന വിദ്യാഭ്യാസത്തിലൂടെ നവകേരളത്തിലേക്ക് തുടർ പഠനം ബിരുദ പഠന സെമിനാറിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. പഠിതാക്കളുടെ താല്പര്യത്തിനനുസരിച്ച് പാഠ്യപദ്ധതികളും കോഴ്സുകളും തീരുമാനിക്കുന്നതും ഉയർന്ന നിലവാരത്തിൽ പഠന സൗകര്യങ്ങളും ഒരുക്കുന്നതും ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ പ്രത്യേകതയാണ്. റെഗുലർ കോളേജിലേത് പോലെയുള്ള പഠന സൗകര്യങ്ങളും ഇവിടെ ഉറപ്പാക്കുന്നു. UGC യോഗ്യതയുള്ള മികച്ച അധ്യാപകരുടെ ശിക്ഷണത്തിൽ ഓരോ കോഴ്സുകളും മുന്നേറുന്നു. ഇന്ന് 90,000-ഓളം വിദ്യാർത്ഥികൾ സർവകലാശാലയ്ക്ക് കീഴിൽ അധ്യയനം നടത്തുന്നുണ്ട്. പലവിധ കാരണങ്ങളാൽ പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നവർക്കും ഇതൊരു പ്രതീക്ഷയായി മാറുന്നു. പ്രായഭേദമന്യേ എല്ലാവർക്കും തുടർ പഠനത്തിന് ആശങ്കകളില്ലാതെ സർവകലാശാലയെ സമീപിക്കാമെന്നും വൈസ് ചാൻസലർ പറഞ്ഞു. പാവപ്പെട്ടവരുടെ തുടർ പഠന സ്വപ്നങ്ങളാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല നിറവേറ്റുന്നതെന്ന് സെമിനാർ ഉദ്ഘാടനം ചെയ്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ പറഞ്ഞു. പുനർജനി കേസിൽ VD സതീശന് വിജിലൻസിന്റെ ക്ലീൻ ചീറ്റ്. കേസ് അവസാനിപ്പിച്ചതായി ചെന്നിത്തല. പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട ക്രമക്കേടിൽ മുഖ്യമന്ത്രി VD സതീശന് ക്ലീൻ ചീറ്റ് നൽകി വിജിലൻസ്. തെളിവുകളൊന്നും കണ്ടെത്താൻ സാധിക്കാത്തതിൽ കേസുകളിൽ നിന്നും സതീശനെ ഒഴിവാക്കണമെന്ന് വിജിലൻസ് ഡയറക്ടർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സതീശനെതിരായ കേസ് അവസാനിപ്പിക്കാൻ തീരുമാനമായതായും ചെന്നിത്തല മാധ്യമങ്ങളോട് പറഞ്ഞു. പുനർജനിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ സർക്കാർ VD സതീശനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. വിജിലൻസ് വളരെ വിശദമായി കാര്യങ്ങൾ പരിശോധിച്ചു. ആ പരിശോധനയിൽ തെളിവുകളൊന്നും കണ്ടെത്താൻ സാധിക്കാത്തതിനാൽ കേസുകളിൽ നിന്നും സതീശനെ ഒഴിവാക്കണമെന്ന് വിജിലൻസ് ഡയറക്ടർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി VD സതീശനെതിരെ കഴിഞ്ഞ സർക്കാർ എടുത്ത കേസ് അവസാനിപ്പിക്കാൻ ആഭ്യന്തര വിജിലൻസ് വകുപ്പ് തീരുമാനിച്ചിരിക്കുകയാണ്. ചെന്നിത്തല പറഞ്ഞു. 2018 പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കാനുള്ള പദ്ധതിയിലാണ് ക്രമക്കേടെന്ന ആരോപണം ഉയർന്നത്. തെളിവുകൾ കണ്ടെത്താനാകാത്തതിനെ തുടർന്ന് കേസിന്റെ തുടർ നടപടികൾ വേണ്ടെന്ന് വിജിലൻസ് ഡയറക്ടർ റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്നും ചെന്നിത്തല പറഞ്ഞു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കേസിന്റെ അന്വേഷണം CBIക്ക് വിടാൻ വിജിലൻസ് ശുപാർശ ചെയ്തത് രാഷ്ട്രീയ പ്രേരിതമായിരുന്നുവെന്നും ചെന്നിത്തല പറഞ്ഞു. അതിനുശേഷം വീണ്ടും അന്വേഷണം നടത്തി. ഫയൽ മുഴുവൻ പഠിച്ചിട്ടാണ് താൻ പറയുന്നത്. സതീശന് ഇതിൽ യാതൊരു പങ്കില്ലെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. പുനർജനി തട്ടിപ്പിൽ സതീശന് ക്ലീൻ ചീറ്റ് നൽകുന്നത് അസാധാരണം. MP ഗോവിന്ദൻ. പുനർജനി വിദേശ ധനസമാഹരണ തട്ടിപ്പ് കേസിൽ മുഖ്യമന്ത്രി VD സതീശനെതിരെ എല്ലാ തെളിവുകളും ഉണ്ടായിട്ടും തിടുക്കപ്പെട്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ക്ലീൻ ചീറ്റ് നൽകുന്നത് അസാധാരണമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ. MLA എന്ന നിലയിൽ അനുമതി വാങ്ങിയാണോ VD സതീശൻ വിദേശയാത്ര നടത്തിയതെന്നും ഫണ്ട് അഭ്യർത്ഥിക്കാൻ നിലവിലുള്ള നിയമം അനുവദിക്കുന്നുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു. പ്രളയത്തിൽ കേരളത്തിലെ മന്ത്രിമാർക്ക് കേന്ദ്രം അനുമതി നൽകിയിരുന്നില്ല. ഫണ്ട് അഭ്യർത്ഥിച്ചതിന് വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. ആരുടെയൊക്കെ സഹായം ലഭിച്ചിട്ടുണ്ടെന്നും എത്രത്തോളം ഫണ്ടാണ് കിട്ടിയതെന്നുമുള്ള പരിശോധന നടത്തേണ്ടതുണ്ട്. വിദേശത്ത് നിന്നും ഫണ്ട് പിരിച്ചെന്നതും ഫണ്ട് പിരിക്കുന്നതിന് അനുമതിയില്ല എന്നതും വ്യക്തമാണ്. എന്നിട്ടും VD സതീശന് ആഭ്യന്തരമന്ത്രി തന്നെ വാർത്താ സമ്മേളനം നടത്തി ക്ലീൻ ചീറ്റ് നൽകിയത് അസാധാരണമാണ്. സ്വതന്ത്ര അന്വേഷണം അവസാനിപ്പിക്കുന്നതിൽ തിടുക്കമുണ്ടായി എന്നതാണ് രമേശ് ചെന്നിത്തലയുടെ വാർത്താ സമ്മേളനം തെളിയിക്കുന്നതെന്നും MP ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.